ഇത് കാതിലൊരു കിന്നാരം. റിഹാൻ റാഷിദ് എഴുതുന്ന പുതിയ നോവൽ പ്രണയമയൂകം. അദ്ധ്യായം 1. മുറ്റത്ത് സ്കൂട്ടർ സ്റ്റാർട്ടാക്കുന്ന ശബ്ദം. ശ്രുതി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അച്ഛൻ സ്കൂട്ടറിലിരുന്ന് അകത്തേക്ക് നോക്കുന്നുണ്ട്. കഴിഞ്ഞില്ലേ നിന്റെ ഒരുക്കം? ഒന്ന് വാ എൻ്റെ ജയന്തി. അമ്മ വരാൻ കാത്തു നിൽക്കുകയാണ് അച്ഛൻ. തിടുക്കം വെക്കാതെ എൻ്റെ ഗോപേട്ടാ. ടിഫിൻ ബോക്സ് വാനിറ്റി ബാഗിലേക്ക് വെച്ചുകൊണ്ട് ജയന്തി ഇറങ്ങി വന്നു. ഗോപേട്ടനെ പോലെയാണോ എൻ്റെ കാര്യം? എനിക്കെന്തെല്ലാം പണി കിടക്കുന്നു. ഗോപേട്ടന് രാവിലെ എണീറ്റ് പത്രവായനയും കുളിയും കഴിഞ്ഞാൽ തീർന്നു. എനിക്കോ ഭക്ഷണമുണ്ടാക്കണം, വീട് ക്ലീൻ ചെയ്യണം, ഡ്രസ്സ് വാഷ് ചെയ്യണം, 3 ആൾക്കും ടിഫിൻ ബോക്സ് തയ്യാറാക്കണം. മതി മതി, വാചകം അടിച്ച് സമയം കളയാതെ കയറ്. ശ്രുതി, നിനക്കുള്ള ടിഫിൻ ബോക്സ് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. അച്ഛൻ പോയിട്ട് വരുമ്പോഴേക്ക് റെഡിയായി നിൽക്ക്. അത് പറഞ്ഞിട്ട് ജയന്തി ഗോപൻ്റെ പിന്നിൽ ചെന്ന് കയറി. ഗോപൻ സ്കൂട്ടർ മുന്നോട്ടെടുത്തു. ചുവന്ന ഇൻ്റർലോക്ക് ഫ്ലോർ ടൈൽസ് പാകിയ വഴിയിലൂടെ സ്കൂട്ടർ മുന്നോട്ട് നീങ്ങുന്നത് ശ്രുതി ജനാലയിലൂടെ കണ്ടു. ടൗണിൽ പ്രസിദ്ധമായ കണ്ണാശുപത്രിയിലെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ് ജയന്തി. വാട്ടർ അതോറിറ്റി ഓഫീസിൽ ക്ലർക്കാണ് ഗോപൻ. അവരുടെ ഏക മകളാണ് SN കോളേജിൽ ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥിനിയായ ശ്രുതി. ജയന്തിയെ ഗോപൻ സ്കൂട്ടറിൽ മെയിൻ റോഡിൽ കൊണ്ടുവിടും. അവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുന്ന ബസ്സിലോ ഓട്ടോയിലോ കയറി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ജയന്തിയുടെ പതിവ്. ഗോപൻ തിരികെ വന്ന് ശ്രുതിയെ കയറ്റി കൊല്ലം നെല്ലിയാടി റോഡിലുള്ള റെയിൽവേ ഗേറ്റിൻ്റെ തെക്കുഭാഗത്തുള്ള കോളേജിൽ വിട്ടിട്ട് സിവിൽ സ്റ്റേഷനിലെ ഓഫീസിലേക്ക് പോകും. അച്ഛൻ്റെ സ്കൂട്ടർ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ ശ്രുതി മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് ശരത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അവൻ മറ്റൊരു കോളിൽ തിരക്കിലായിരുന്നു. അല്പനേരത്തിന് ശേഷം അവൾ വീണ്ടും വിളിച്ചു. അപ്പോഴും എൻഗേജ്ഡ്. ശ്രുതിക്ക് ദേഷ്യം വന്നു. ഇവനിത് ഏതവളോടാണ് ശൃംഗരിക്കുന്നത്? ക്ഷമ നശിച്ച് ശ്രുതി തുടർച്ചയായി വിളിച്ചുകൊണ്ടിരുന്നു. 5 മിനിറ്റിന് ശേഷമാണ് ശരത്ത് കോൾ അറ്റൻഡ് ചെയ്തത്. മറ്റവളോട് സംസാരിച്ച് കഴിഞ്ഞോ? കോൾ കണക്റ്റായ ഉടൻ ശ്രുതി പൊട്ടിത്തെറിച്ചു. നീ എന്താ ശ്രുതി പറയുന്നത്? ഞാൻ ആരോട് ശൃംഗരിച്ചെന്നാ? നാളെ പുതിയ മൊബൈൽ ഷോപ്പിന് ഉദ്ഘാടനമുണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ MD വിളിച്ചതായിരുന്നു. ഉവ്വ്, ഞാൻ അങ്ങ് വിശ്വസിച്ചു. ഇപ്പോഴത്തെ നിന്റെ മാറ്റത്തിന് കാരണം നയനയല്ലേ? തന്നേക്കാൾ കൂടുതൽ പരിഗണന തൻ്റെ കൂട്ടുകാരിയായ നയനയ്ക്ക് നൽകുന്നു എന്നാണ് ഈയിടെയായി ശ്രുതിയുടെ പരാതി. നയന തന്നേക്കാൾ സുന്ദരിയും സാമ്പത്തിക ശേഷി ഉള്ളവളുമാണ്. അതാണ് ശ്രുതി ശരത്തിനെ സംശയിക്കാൻ കാരണം. എത്ര നാളായി ശ്രുതി നമ്മൾ പരിചയപ്പെട്ടിട്ട്? അവൻ ചോദിച്ചു. അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണോ അറിയേണ്ടത്? ശ്രുതി വിട്ടുകൊടുത്തില്ല. എന്നിട്ടും നിനക്കെന്നെ വിശ്വാസമില്ലല്ലോ. വിശ്വാസം ഇല്ലാതാക്കുന്ന കാര്യങ്ങളല്ലേ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ ശ്രുതി, നീ എന്തു കണ്ടെന്നാ? ശരത്തെ, വെറുതെ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. നയനയെ കാണുമ്പോഴുള്ള നിന്റെ ഇളക്കമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയടേ. ഞാൻ പറയാതെ അറിയില്ല അല്ലേ? പണ്ട് തൊട്ടേ നിനക്കൊരു ഗൂഢ സ്വഭാവമുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധം മറ്റാരും അറിയരുതെന്ന് നിനക്കിത്ര വാശി? +2 കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിന് ചേർന്ന സമയത്താണ് ശ്രുതി ശരത്തിനെ പരിചയപ്പെട്ടത്. കോച്ചിങ് സെൻറ്റർ പ്രവർത്തിക്കുന്ന അതേ ബിൽഡിങ്ങിലെ ബ്രാൻഡ് മൊബൈൽ ഷോപ്പിൻ്റെ മാനേജറായിരുന്നു ശരത് അമ്മിണി എന്ന യുവകോമളൻ. ആ സൗഹൃദം പതിയെ പ്രണയമായി മാറി. ഏറ്റവും അടുത്ത കൂട്ടുകാരിയോട് പോലും ഈ ബന്ധത്തെക്കുറിച്ച് പറയരുതെന്നത് ശരത്തിൻ്റെ തീരുമാനമായിരുന്നു. ആരും അറിയാതെയുള്ള പ്രണയത്തിനൊരു പ്രത്യേക രസമുണ്ട്. ഇതായിരുന്നു അവൻ്റെ ന്യായം. ആദ്യമെല്ലാം ശ്രുതിയും അത് ആസ്വദിച്ചിരുന്നു. മറ്റാരും അറിയാതെയുള്ള സംസാരവും ഒത്തുചേരലുകളും ചുംബനങ്ങളും അവളുടെയും ഇഷ്ടങ്ങളായി മാറി. എല്ലാം നിന്റെ കള്ളക്കളിയായിരുന്നെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. കിട്ടേണ്ടതെല്ലാം കിട്ടിയപ്പോൾ നിനക്ക് എന്നെ മടുത്തു, അതല്ലേ സത്യം? ശ്രുതി, അനാവശ്യം പറയരുത്. ശരത്തെ, ഞാൻ പറയുന്നതാണല്ലേ കുഴപ്പം. നീ എന്നെ ഒളിച്ചു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. നീ വയനാട്ടിലെ റിസോർട്ടിൽ പോയതുൾപ്പെടെ. 2 മാസം മുൻപ് ആരും അറിയാതെ പകൽ സമയം വയനാട്ടിലെ ഒരു റിസോർട്ടിൽ പോയി റൂം എടുത്തത് ശ്രുതി എങ്ങനെയോ അറിഞ്ഞെന്ന് ശരത്തിന് മനസ്സിലായി. അതാണ് അവളുടെ ദേഷ്യത്തിനു കാരണം. അവളെ എങ്ങനെയും സമാധാനിപ്പിക്കാനായി പിന്നീട് അവൻ്റെ ശ്രമം.
ശ്രുതി, ഞാൻ റിസോർട്ടിൽ റൂം എടുത്തത് എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായാണ്, അല്ലാതെ നയനയെയും കൊണ്ട് പോയതല്ല. എൻ്റെ ശ്രുതി, നീയല്ലാതെ മറ്റാരുമായി എനിക്കൊരു ബന്ധവുമില്ല. അതെയോ? ശ്രുതി അവനെ പരിഹസിച്ചു. നീ നാളെ നമ്മൾ കൂടാറുള്ള കോഫി ഷോപ്പിലേക്ക് വാ, നേരിട്ട് സംസാരിക്കാം. എന്നിട്ട് എന്തിനാ? അവിടെ മറ്റാരെയും പോലെയല്ലേ ഉള്ളൂ നിനക്ക് ഞാനും. ആരുമില്ലാത്തടത്തല്ലേ നിന്റെ കൊഞ്ചിക്കൽ. അതുതന്നെയാണ് നിന്റെ ഏറ്റവും വലിയ കള്ളത്തരം. പുറത്ത് സ്കൂട്ടർ വരുന്ന ശബ്ദം കേട്ടപ്പോൾ ശ്രുതി കോൾ കട്ടാക്കി. ശരത് എന്തോ പറയാൻ വന്നെങ്കിലും അപ്പോഴേക്കും കോൾ കട്ടായി കഴിഞ്ഞിരുന്നു. അവൻ വീണ്ടും വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച്ഡ് ഓഫ് എന്നായിരുന്നു മറുപടി. സ്കൂട്ടർ മുറ്റത്തേക്ക് കയറ്റി നിർത്തിയ ഗോപൻ അതിൽ നിന്നിറങ്ങാതെ തന്നെ ഹോൺ മുഴക്കി. അച്ഛാ, ദേ വന്നു കഴിഞ്ഞു. ഗോപൻ 2-3 മിനിറ്റ് കാത്തിട്ടും ശ്രുതിയെ പുറത്തേക്ക് കണ്ടില്ല. അയാൾ സ്കൂട്ടർ സൈഡ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇറങ്ങി വരാന്തയിലേക്ക് കയറി. അകത്ത് നിന്ന് ഓടിയിറങ്ങി വന്ന ശ്രുതി, അയ്യോ എൻ്റെ ടിഫിൻ ബോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അകത്തേക്ക് ഓടി. അവളുടെ തിടുക്കവും പാച്ചിലും ഗോപൻ കൗതുകത്തോടെ നോക്കി നിന്നു. പുറത്തേക്ക് ഓടി വന്ന ശ്രുതി ഗോപന് മുമ്പേ സ്കൂട്ടറിനടുത്തെത്തി. അച്ഛാ, ഒന്ന് വേഗം, ഇന്നും വൈകിയല്ലോ. അവളുടെ ചോദ്യം കേട്ടപ്പോൾ ഗോപന് ചിരി വന്നു. ഇതാ ഇപ്പോൾ നന്നായത്. അപ്പോൾ താമസിച്ചത് നീ ഫോൺ ചെയ്ത് നിന്നത് കൊണ്ടല്ല. ഞാൻ ഫോൺ ചെയ്തത് അച്ഛൻ എങ്ങനെ കണ്ടു? അതാണ്, മക്കൾ എന്ത് കള്ളത്തരം ചെയ്താലും അച്ഛനമ്മമാർക്ക് അതറിയാൻ പറ്റും. ഒന്ന് പോവോ അച്ഛാ, ഒരു ദിവ്യം വന്നേക്കുന്നു. അവൾ അത് ചിരിച്ചു തള്ളിയെങ്കിലും തൻ്റെ പ്രണയം അച്ഛൻ കണ്ടുപിടിച്ചോ എന്ന ഉൾഭയം അവളെ ഗ്രസിച്ചു. കോളേജിലേക്ക് പോവണമെന്ന് ബോധമുള്ളവർ നേരത്തെ എണീറ്റ് റെഡിയായി നിൽക്കും, അതുകൊണ്ട് പറഞ്ഞതാ. അത് കേട്ടപ്പോഴാണ് ശ്രുതിക്ക് ശ്വാസം നേരെ വീണത്. ഗോപൻ സ്കൂട്ടറിൽ കയറി സ്റ്റാർട്ടാക്കാൻ നോക്കിയപ്പോൾ സ്കൂട്ടറിന് അനക്കമില്ല. ഇപ്പോൾ ഓടി വന്ന് നിന്ന വണ്ടിയാണല്ലോ. അത് പറഞ്ഞുകൊണ്ട് ഗോപൻ ഇറങ്ങി സ്കൂട്ടർ മെയിൻ സ്റ്റാൻഡിൽ വെച്ചിട്ട് കിക്കർ അടിക്കാൻ തുടങ്ങി. എൻ്റെ അച്ഛ, ഈ ചപ്പടാച്ച വണ്ടി ഒന്ന് മാറ്റിയെടുക്കാൻ എത്ര കാലമായി പറയുന്നു. ശ്രുതിയുടെ പതിവ് പല്ലവി ഗോപൻ കേട്ടില്ലെന്ന് നടിച്ചു. ഭാഗ്യത്തിന് സ്കൂട്ടർ പെട്ടെന്ന് സ്റ്റാർട്ടായി. ഞാൻ പറഞ്ഞത് അച്ഛൻ കേട്ടോ? സ്കൂട്ടറിൻ്റെ പിന്നിലിരിക്കുമ്പോൾ ശ്രുതി ചോദിച്ചു. പുത്തൻ സ്കൂട്ടർ വാങ്ങുന്ന കാര്യമല്ലേ, അത് ഞാൻ കേട്ടില്ല. ഒന്ന് അച്ഛാ. അവൾ ഗോപൻ്റെ ചുമലിൽ മെല്ലെ അടിച്ചു. കളിയും ചിരിയുമായി കൊല്ലം ടൗണിൽ നിന്നും നെല്ലിയാടി റോഡിലുള്ള റെയിൽവേ ഗേറ്റ് കടന്ന് കോളേജ് റോഡിലൂടെ സ്കൂട്ടർ നീങ്ങി. ശ്രുതിയെ കോളേജിൽ വിട്ടിട്ട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഓഫീസിലേക്ക് പോവുകയാണ് ഗോപൻ്റെ രീതി. വൈകുന്നേരം 6:30 ജയന്തിയെയും കൂട്ടിയാണ് ഗോപൻ വീട്ടിലെത്തുക. കോളേജിൽ നിന്ന് ഇറങ്ങുന്ന ശ്രുതി ബസ് കയറി വീടെത്തും. റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഗോപൻ പിന്നെ അധികമൊന്നും സംസാരിച്ചില്ല. SN കോളേജിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ചയുടൻ ഗോപൻ സ്കൂട്ടർ ഒതുക്കി നിർത്തി. അത് കണ്ട് ശ്രുതി നെറ്റിച്ചുളിച്ചു. ഇന്ന് ഇവിടെ ഇറങ്ങി നടന്നാൽ മതി. സാധാരണ അച്ഛൻ കോളേജിൽ കൊണ്ടുവിടാറല്ലേ പതിവ്, ഇന്ന് പിന്നെ എന്താ? സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കാതെ ശ്രുതി ചോദിച്ചു. ഇന്ന് താമസിച്ചതേ നീ കാരണവാ. ഒരു ദിവസം ഇത്തിരി നടന്നെന്ന് കരുതി ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല. മടിച്ചു ശ്രുതി ഇറങ്ങി. ഗോപൻ അവളുടെ കയ്യിൽ നിന്ന് ഹെൽമെറ്റ് വാങ്ങി ഹാൻഡിലിൽ തൂക്കിയിട്ടു. അവർ സംസാരിച്ച് നിൽക്കെ ശ്രുതിയുടെ കൂട്ടുകാരികളായ ഫർസാനയും ജാസ്മിനും നയനയും അങ്ങോട്ടെത്തി. അച്ഛനും മകളും കൂടെ എന്താണൊരു ഗൂഢാലോചന? പൊതുവെ തമാശക്കാരിയായ ഫർസാന ചോദിച്ചു. നിന്റെ കല്യാണം നടത്തിയാലോ എന്നാണ്. എടുത്തടിച്ചതുപോലെയുള്ള ശ്രുതിയുടെ മറുപടി കേട്ട് ഗോപനും മറ്റുള്ളവരും ചിരിച്ചു. അച്ഛനധികം ചിരിക്കാൻ നിൽക്കണ്ട, വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് ബാക്കി ഞാൻ തരുന്നുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെയാവട്ടെ അല്ലേ മക്കളെ? ഗോപൻ തിരികെ പോയപ്പോൾ 4 പേരും കോളേജിലേക്ക് നടന്നു. കുറച്ചു മുന്നിൽ ഫർസാനയുടെ കാമുകനായ റഹീസ് ബൈക്കുമായി കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവൾക്ക് നമ്മളെ വേണ്ടി വരില്ല. ശ്രുതി കളിയാക്കിയപ്പോൾ ഫർസാന ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഉപ്പ കാണുന്നത് വരെയേ ഉള്ളൂ മോളെ നിൻ്റെ ഈ പോക്ക്, സൂക്ഷിച്ചോ. ജാസ്മിൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിച്ചു. ആ പ്രണയ ജോഡികളെ കണ്ടപ്പോൾ ശ്രുതിക്ക് ശരത്തിന് ഓർമ്മ വന്നു. റഹീസ് അവൻ്റെ പ്രണയം എല്ലാവരോടും വിളിച്ചു പറയുന്നു. അതേസമയം ശരത്ത് എല്ലാം രഹസ്യമാക്കി വയ്ക്കുന്നു. നയനയ്ക്കു വേണ്ടി ശരത്ത് തന്നെ ഒഴിവാക്കുകയാണോ എന്ന ചിന്ത അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. കോളേജിൻ്റെ പ്രധാന കവാടത്തിനു മുന്നിൽ വിദ്യാർത്ഥി യൂണിയൻ്റെ അംഗത്വ ക്യാമ്പയിൻ ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് നിൽക്കുന്ന ചെറു സംഘത്തിനിടയിൽ അഖിൽ നിൽപ്പുണ്ടായിരുന്നു. ശ്രുതിയോട് അവന് ക്രഷുണ്ടെന്നാണ് ഈയിടെയായി നയനയുടെ കണ്ടെത്തൽ. അഖിലിൻ്റെ നിഴൽവട്ടം കണ്ടതും അവൾ ശ്രുതിയെ തോണ്ടി. ദേ
നിന്നെ കാത്തു നിൽക്കുന്നതാ. ഒന്ന് പോയിടി. നിങ്ങളോടൊക്കെ എങ്ങനെയാണോ അതുപോലെയാണ് എന്നോടും അവൻ. നീ എടുത്തോ അവനെ. ശ്രുതിയുടെ മറുപടിയിൽ നയനയ്ക്കത്ര തൃപ്തി തോന്നിയില്ല. അവൾ എന്തോ പറയാൻ തുടങ്ങിയതും ഫർസാന റഹീസിൻ്റെ ബൈക്കിൽ വന്നിറങ്ങി. രണ്ടും കൂടെ എവിടെയായിരുന്നു? അഖിൽ ചോദിച്ചു. ഞങ്ങളൊരു ഹണിമൂണിന് പോയതായിരുന്നു. എന്താ, പോവാൻ പാടില്ലെന്നുണ്ടോ? നിങ്ങൾ ഹണിമൂണോ എന്ത് വേണേലോ ആഘോഷിച്ചോ, പക്ഷേ അവളുടെ ഉപ്പ ഓടിച്ചിട്ട് തല്ലുമ്പോൾ എന്നെ വിളിച്ചേക്കരുത് സഹായത്തിന്. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ക്ലാസ്സിൽ കയറാനുള്ള സമയമായപ്പോൾ അവർ എല്ലാവരും അങ്ങോട്ട് ചെന്നു. ശാലിനി മിസ്സിൻ്റെ ബോറിംഗ് ക്ലാസ് കേൾക്കണോ? മിസ്സിൻ്റെ ക്ലാസ് കേൾക്കുന്നതിന് നല്ലത് ഏതെങ്കിലും അവാർഡ് സിനിമയ്ക്ക് പോകുന്നതാണ്. അത് പറഞ്ഞ ജാസ്മിനെ മിസ്സ് കൈയോടെ പൊക്കി. എന്താണ് ജാസ്മിൻ ഒരു കഥ പറച്ചിൽ? മിസ്സിൻ്റെ പുതിയ സാരി കൊള്ളാമെന്ന് പറഞ്ഞതാ. പെട്ടെന്നുള്ള ജാസ്മിൻ്റെ മറുപടി കേട്ട് ക്ലാസ് ആകെ ചിരി പൊട്ടി. കടിച്ചു കീറാൻ നിന്നിരുന്ന മിസ്സിൻ്റെ മുഖത്ത് അയവ് വന്നത് കണ്ട അഖിൽ തൊട്ടടുത്തിരുന്നവനോട് ചോദിച്ചു, ശരിക്കും മിസ്സിൻ്റെ സാരി കൊള്ളാം അല്ലേ? മിസ്സിനോട് ക്രഷ് അടിച്ചോ മോനെ? ശ്രുതി അടക്കമുള്ളവർ അത് കേട്ടെന്ന് തോന്നിയപ്പോൾ അഖിൽ തല തഴുതി. മിസ് ക്ലാസ് തുടങ്ങിയപ്പോൾ അവൻ പതിവ് പോലെ ആരെയും ശല്യപ്പെടുത്താതെ ഉറങ്ങി. സിനിമ കഴിഞ്ഞിടാ. മിസ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശ്രുതി അവനെ വിളിച്ചുണർത്തി. അവർ 5 പേരും കോളേജിന് പുറത്തേക്ക് ഇറങ്ങി. കോളേജിൻ്റെ എതിർവശത്തുള്ള കൂൾബാർ അവരുടെ സ്ഥിരം താവളമാണ്. അവിടെ ഇരിക്കുമ്പോൾ ശരത്ത് ബൈക്കിൽ അതുവഴി പോകുന്നത് ശ്രുതി കണ്ടു. എന്തൊരു ഗ്ലാമറാണല്ലേ. ദുൽഖർ സൽമാൻ മാറി നിൽക്കും. അവനെ കണ്ടപ്പോൾ നയന പറഞ്ഞു. നിനക്കിനി അങ്ങേരെ വളയ്ക്കാനാണോ? ഫർസാനയ്ക്കോ സംശയം. അതിപ്പോൾ വളയ്ക്കണമെന്നൊന്നുമില്ല, വേണേലൊരു ബെസ്റ്റിയാക്കാമല്ലോ. അതുപോട്ടെ, അങ്ങേരുടെ പേരിൽ ആ അമ്മിണി എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നയനയുടെ ഉള്ളറിയാൻ വേണ്ടി കരുതിക്കൂട്ടിയായിരുന്നു ശ്രുതിയുടെ ചോദ്യം. അയാളുടെ അമ്മയുടെ പേരാണത്രേ അത്. അതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ശ്രുതി അവൾക്ക് നേരെ തിരിഞ്ഞു. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. അതിനിടയിൽ നീ അങ്ങേരെയും ഫോളോ ചെയ്തോ? ഫർസാന ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ശരത്തിൻ്റെ പ്രൊഫൈൽ തിരഞ്ഞു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ശരത്തിൻ്റെ അക്കൗണ്ടിലെ മുഴുവൻ ചിത്രങ്ങളും അവർ നോക്കി. അയാളുടെ യാത്രകളുടെ ചിത്രമായിരുന്നു അധികവും. പിന്നെയുള്ളത് ഫോണുകളെക്കുറിച്ചുള്ള റിവ്യൂ റീലുകൾ. അതിൽ അയാളുടെ അവതരണ രീതിക്ക് ഏറെ ആരാധകരുണ്ടായിരുന്നു. എന്തായാലും ശരത്ത് അമ്മിണി കൊള്ളാം. ഫർസാനയുടെ അഭിപ്രായം തന്നെയായിരുന്നു ജാസ്മിൻ ഒഴികെ മറ്റെല്ലാവർക്കും. അവൾ മാത്രം അവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പറയുകയോ ആ ഷോപ്പിൽ കയറുകയോ ചെയ്തില്ല. കൂട്ടുകാരികൾ പലപ്പോഴും അത് ചോദിച്ചെങ്കിലും താല്പര്യമില്ലെന്ന മട്ടിൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു ജാസ്മിൻ. നയന ശരത്തിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ ശ്രുതിയുടെ ഉള്ളിലെ ദേഷ്യം ആളിക്കത്തിയെങ്കിലും ഒന്നും പുറത്ത് പ്രകടിപ്പിച്ചില്ല. മറ്റാരും കാണാതെ അവൾ ശരത്ത് ഇന്ന് രാവിലെ ഇട്ട സ്റ്റോറി പരിശോധിച്ചു. പുതിയ ലോകം എന്ന ക്യാപ്ഷനോടെ പുതിയ ഷോപ്പിൻ്റെ മുൻവശത്തെ ചിത്രമായിരുന്നു അത്. ഈ സമയമെല്ലാം ആരോടോ ചാറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു അഖിൽ. കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം തീറ്റ കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഈ ചായ കുടിക്കടാ, ശ്രുതി പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഉവ്വേ, ഞാൻ ആരോടെങ്കിലും ചാറ്റ് ചെയ്താൽ അത് കോഴിത്തരം, നിങ്ങൾ ചെയ്യുന്നതൊക്കെ മഹത്തരം. അപ്പോഴാണ് തങ്ങൾ പറഞ്ഞതെല്ലാം അവൻ കേട്ടിരുന്നു എന്ന് ശ്രുതിക്കും മറ്റുള്ളവർക്കും മനസ്സിലായത്. എന്നാലും വിട്ടുകൊടുക്കാൻ അവർ ഒരുക്കമായിരുന്നില്ല. അതിന് ഞങ്ങൾ നിന്നെപ്പോലെ സകല പെൺപിള്ളേരോടും ക്രഷാണെന്ന് പറഞ്ഞ് നടക്കുന്നില്ല. പിന്നെ കാണാൻ കൊള്ളാവുന്ന ആൺപിള്ളേരെ ചിലപ്പോഴൊന്നും നോക്കും. അതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ. മോളെ നയന, ചുമ്മാ തള്ളാതെ. നിൻ്റെയൊക്കെ ചേറ്റെടുത്ത് നോക്കിയാൽ അറിയാം നിൻ്റെ തനി നിറം. ആറി തണുത്തു തുടങ്ങിയ ചായ ഒറ്റ വലിക്ക് കുടിച്ചുകൊണ്ട് അഖിൽ എഴുന്നേറ്റു. അടുത്ത ഹവറിന് കയറുന്നുണ്ടോ? ഫർസാനയുടെ അടുത്തേക്ക് വന്ന റഹീസ് ചോദിച്ചു. കയറുന്നുണ്ട്, തൽക്കാലം മോൻ ചെല്ല്. റഹീസ് അതോടെ സ്ഥലം വിട്ടു. അങ്ങനെ എടുത്തടിച്ചതുപോലെ പറയേണ്ടിയിരുന്നില്ലടി, ശ്രുതി പറഞ്ഞു. പിന്നെ എങ്ങനെ പറയണമായിരുന്നു? വിഷയം വഴിമാറുന്നുവെന്ന് കണ്ടപ്പോൾ ജാസ്മിൻ ഇടപെട്ടു. നമുക്കൊരു റീൽ ചെയ്താലോ? ജാസ്മിൻ റീലിന് അഡിക്റ്റാണ്. എന്നിട്ട് വേണം പ്രിൻസി പിടിച്ച് കുടയാൻ. ഞാനില്ല, ശ്രുതി പറഞ്ഞു. അപ്പോഴാണ് ജാസ്മിനും അത് ഓർത്തത്. ക്ലാസ് കട്ട് ചെയ്ത് കോളേജിൻ്റെ മുന്നിൽ വെച്ച് ഒരു റീൽ ചെയ്ത് പോസ്റ്റ് ചെയ്തിരുന്നു. കൊറിയൻ സീരിയലായ കെഡ്രാമയിൽ നിന്നുള്ള ഒരു ഭാഗം.
ഇൻസ്റ്റയിൽ 1 മില്യൺ ആളുകൾ കണ്ട് അത് വൈറലായി. പക്ഷേ ക്ലാസ് ടൈമിൽ റീലെടുത്തു എന്ന പേരിൽ പ്രിൻസിപ്പൽ പൊക്കുകയായിരുന്നു. അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഫർസാന പതിവ് പോലെ റഹീസിനൊപ്പം ബൈക്കിൽ കയറിപ്പോയി. മറ്റുള്ളവർ 1/2 കിലോമീറ്റർ അകലെയുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഞാൻ ഇന്ന് അമ്മയുടെ അടുത്തേക്കാണ്. നടക്കുന്നതിനിടെ ശ്രുതി പറഞ്ഞു. അതെന്താടി, വല്ല ഷോപ്പിങ്ങുമുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. നേരത്തെ വീട്ടിൽ ചെന്നിട്ട് എന്തിനാ? അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ ഒരു ബൈക്ക് പിന്നിൽ വന്ന് ഹോൺ അടിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ കണ്ടു ശരത്. ഒന്ന് വഴി മാറി തന്നാൽ എനിക്കങ്ങ് പോകാമായിരുന്നു. ടൗണിലേക്കാണേ ഞാനും പോരട്ടെ? നയനയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ശരത്ത് ബൈക്കിൻ്റെ വേഗം കുറച്ചു. കത്തുന്ന കണ്ണുമായി നിൽക്കുന്ന ശ്രുതിയെ കണ്ടതും അവൻ പിന്നെ ഒന്നും പറയാതെ ബൈക്ക് വേഗത്തിൽ ഓടിച്ചുപോയി. ഷോ, നിങ്ങളൊക്കെ ഉണ്ടായിട്ടാണ്. ഇല്ലേൽ അങ്ങേരെ എന്നെയും കൂട്ടിയേനെ. നയന അത് പറഞ്ഞു തീരും മുൻപ് കൊയിലാണ്ടി വടകര റൂട്ടിലോടുന്ന തവക്കൽ ബസ് അവിടെ വന്നു നിന്നു. ക്ലാസ് കഴിഞ്ഞ സമയമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. പിൻവാതിലിലൂടെയാണ് അവർ കയറിയത്. ശ്രുതി തൊട്ടടുത്ത സ്റ്റോപ്പായ സിവിൽ സ്റ്റേഷനിൽ ഇറങ്ങി. ഇതൊക്കെ നടന്നു പോയാൽ പോരെ കൊച്ചേ? ബസ്സിൻ്റെ കിളി പരിഹസിച്ചു. ദഹിപ്പിക്കുന്നൊരു നോട്ടമായിരുന്നു ശ്രുതിയുടെ മറുപടി. വൈകുന്നേരമായിട്ടും ആശുപത്രിയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ശ്രുതി റിസപ്ഷനിലേക്ക് നടക്കുമ്പോൾ ജയന്തിയോടൊപ്പം ജോലി ചെയ്യുന്ന ശ്രീകല കണ്ടു. എന്താ മോളെ പതിവില്ലാതെ? ശ്രീകല വന്ന് ശ്രുതിയുടെ കയ്യിൽ പിടിച്ചു. പെൺകുട്ടികളില്ലാത്ത ശ്രീകലയ്ക്ക് ശ്രുതിയോട് ഒരു വാത്സല്യ കൂടുതലുണ്ടെന്ന് അവൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. മാത്രമല്ല, എറണാകുളത്ത് IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൻ്റെ മൂത്ത മകൻ മനുവിനു വേണ്ടി ഒരിക്കൽ ശ്രുതിയെ അവർ ആലോചിക്കുകയും ചെയ്തിരുന്നു. പഠനമൊക്കെ കഴിയട്ടെ എന്നായിരുന്നു ജയന്തിയുടെ മറുപടി. ഒന്നുമില്ല ആൻറ്റി, അമ്മയെ കാണാൻ വന്നതാണ്. ജയന്തി ഇന്ന് നേരത്തെ പോയല്ലോ, മോളോട് പറഞ്ഞില്ലായിരുന്നോ? അത് കേട്ടപ്പോൾ ശ്രുതിയുടെ മുഖം വാടി. ഫോണിലെ റീചാർജ് കഴിഞ്ഞത് കൊണ്ട് എനിക്ക് വിളിച്ച് ചോദിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് നാവിൽ വന്നൊരു നുണ പറഞ്ഞുകൊണ്ട് ശ്രുതി പുറത്തേക്ക് ഇറങ്ങി. റോഡിലെത്തിയ ഉടൻ അവൾ ജയന്തിയുടെ ഫോണിലേക്ക് വിളിച്ചു. സ്വിച്ച് ഓഫ് ആണെന്ന് കേട്ടപ്പോൾ ശ്രുതിയുടെ സംശയങ്ങളും ഭയവും വർദ്ധിച്ചു. എന്തുണ്ടായാലും അമ്മ തന്നോട് പറയുന്നതാണ്, പിന്നെ ഇന്ന് എന്തു പറ്റി? അവൾ സ്വയം ആലോചിച്ചു. ഉത്തരം കിട്ടാതായപ്പോൾ അച്ഛനെ വിളിച്ചു. മോളെ വിളിക്കാം, ഞാനൊരു മീറ്റിങ്ങിലാണ്. ഫോൺ എടുത്ത ഗോപൻ ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞത്. അമ്മ എവിടെ പോയതാണ്? അവൾ ചോദിച്ചത് കേൾക്കുന്നതിന് മുൻപ് ഗോപൻ കോൾ കട്ടാക്കിയിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്നോർത്ത് കുറച്ചു നേരം ശ്രുതി റോഡിൽ തന്നെ നിന്നു. പിന്നെ പതിയെ ബാങ്ക് പടിയിലുള്ള സ്റ്റോപ്പിലേക്ക് നടന്നു. മനസ്സിൽ അപ്പോഴും അമ്മയ്ക്ക് എന്തു പറ്റിയെന്നുള്ള ചിന്തകളായിരുന്നു. ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവൾ ശരത്തിനെ കണ്ടു. ATMിൽ നിന്ന് പണമെടുത്ത ശേഷം ഇറങ്ങി വരികയായിരുന്നു അവൻ. ബൈക്കെടുത്ത് അവളുടെ അരികിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ശരത്ത് ചോദിച്ചു. നീ ഇതുവരെ വീട്ടിൽ പോയില്ലേ? ഇല്ല, വീട്ടിൽ പോകുന്നില്ല. ഒട്ടും താല്പര്യമില്ലാതെയായിരുന്നു അവളുടെ മറുപടി. പിന്നെ നീ എങ്ങോട്ടാണ്? ആരെങ്കിലും തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചുറ്റിലും കണ്ണോടിച്ചു കൊണ്ടായിരുന്നു അവൻ്റെ ചോദ്യം. സൗകര്യമുള്ളിടത്തേക്ക്. ശരത്ത് എന്തോ ചോദിക്കാൻ തുനിഞ്ഞെങ്കിലും അതിനു മുൻപ് കോടിക്കൽ ബീച്ചിലേക്ക് പോകുന്ന ബസ് വന്നു. ശ്രുതി പെട്ടെന്ന് തന്നെ അതിലേക്ക് കയറി. ബസ്സിൽ നിൽക്കുമ്പോഴും ശ്രുതി അമ്മയെ വിളിച്ചു നോക്കി. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. 17-ാം മൈൽ സ്റ്റോപ്പിൽ ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴും അമ്മ എവിടെ പോയി എന്ന ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ. ഒരു പക്ഷേ അമ്മ വീട്ടിലെത്തിയിട്ടുണ്ടാവും. വീടിൻ്റെ സ്പെയർ കീ ബാഗിലുണ്ടെന്നുള്ളത് ചെറിയ ആശ്വാസം നൽകി. വീട്ടിലെത്തിയപ്പോൾ അമ്മ അവിടെ എത്തിയിട്ടില്ല. ശ്രുതി പതിവ് പോലെ വാതിൽ തുറന്ന് അകത്ത് കയറിയതും ഫോൺ റിങ് ചെയ്തു. ശരത്തായിരുന്നു അത്. എന്താണ്? നീ വീടെത്തിയോ? അതൊക്കെ ഇയാൾ എന്തിനാ അന്വേഷിക്കുന്നേ? ബാഗ് സോഫയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ശ്രുതി ചോദിച്ചു. മുറിയിൽ ബാഗ് വെച്ച് മുൻവശത്തെ വാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടി. ശരത്തിനോട് സംസാരിച്ചു കൊണ്ട് മേല് കഴുകാൻ കയറുന്നതാണ് പതിവ്. ഇന്ന് അവൾക്ക് അതിനൊന്നും തോന്നിയില്ല. ശ്രുതി, നീ ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ ആവരുത്. അതൊന്നും ഇയാൾ അന്വേഷിക്കേണ്ട. വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയ്. അത് കേട്ടതോടെ ശരത്തിൻ്റെ നിയന്ത്രണം വിട്ടുപോയി. വായിൽ തോന്നിയതെല്ലാം അയാൾ ശ്രുതിയെ വിളിച്ചു. എന്നാൽ ഇനി നീ എന്നെ വിളിക്കണ്ട, അവൻ പറഞ്ഞു. ഓ, അപ്പോൾ ഒഴിവാക്കാൻ തന്നെയായിരുന്നല്ലേ? അതെ. അതോടെ കോൾ കട്ടായി. അപ്രതീക്ഷിതമായ ശരത്തിൻ്റെ മറുപടിയിൽ ശ്രുതി തകർന്നുപോയി. കുറേ നേരം അവനെ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഔട്ട് ഓഫ് റേഞ്ച് എന്നായിരുന്നു മറുപടി.
6 മണിയോടെ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റത്. അമ്മയാവുമെന്ന് കരുതിയാണ് വാതിൽ തുറന്നത്. പക്ഷേ കുടുംബശ്രീയുടെ ചിട്ടിപ്പിരിവിന് വന്ന ചേച്ചിയായിരുന്നു അത്. മോളെ, അമ്മ പൈസ വെച്ചിട്ടുണ്ടോ? സിറ്റൗട്ടിൽ കയറിയിരുന്ന് അവർ ചോദിച്ചു. ഇല്ല, ശ്രുതി അത് പറഞ്ഞ് വാതിലടച്ചു. പതിവ് സമയം കഴിഞ്ഞിട്ടും അച്ഛനെയും അമ്മയെയും കാണാതായപ്പോൾ അവളുടെ ആദി കൂടി. തൊട്ടടുത്തുള്ള അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് തോന്നിയെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. പൊതുവേ ജയന്തിയോട് കുശുമ്പുള്ള അമ്മായിക്ക് പിന്നെ അത് മതിയാവും. വിശന്നെങ്കിലും അടുക്കളയിലേക്ക് ചെല്ലാൻ തോന്നിയില്ല. 1-2 തവണ കൂടി അവൾ ശരത്തിനെ വിളിച്ചെങ്കിലും അപ്പോഴും അവൻ ബിസിയായിരുന്നു. മറ്റവളുമായി ശൃംഗരിക്കാവും. സ്വയം പരിതപിച്ചുകൊണ്ട് അവൾ സോഫയിലേക്ക് കിടന്നു. ആദിയും വിശപ്പുമെല്ലാം കൂടി അവളെ കൂടുതൽ തളർത്തി. മരിച്ചു കളയണമെന്നായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ. കിടന്നുകൊണ്ട് ഫോൺ എടുത്ത് അമ്മയെ ഒന്നുകൂടെ വിളിച്ചു. ഫോൺ അപ്പോഴും സ്വിച്ച്ഡ് ഓഫ്. ശ്രുതിയുടെ മനസ്സിൽ ആദി പെരുക്കി. അടുത്ത ഭാഗം നാളെ. ഇത് കാതിലൊരു കിന്നാരം.